Let us turn our attention this morning to 1 Thessalonians chapter 1 verse 6. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. The first portion of that verse, depending on our Malayalam and English, but one portion of that scripture I already talked last week, and I am planning to, or trusting in the Lord, to talk about the second portion of it. And verse 6 we read, and you became imitators of us and the Lord. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് ആ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നിന്ന് വായിക്കുന്നു. Last week we talked about the first portion. The Thessalonian church received the word as it is the word from the God. കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ചത് ദൈവത്തിന്റെ അവർ സ്വീകരിച്ച വചനം ദൈവത്തിൽ നിന്ന് കിട്ടിയ വചനമായി തന്നെയാണ് അവർ സ്വീകരിച്ചത്. And I have no intention to go into that further this morning. Let's focus on the second portion of that. It is, they became imitators of us and the Lord. അതിനെപ്പറ്റി ആഴമായി പറയുന്നത് എന്നാൽ 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. They accepted the word not only when they were enjoying the good times and the prosperity and health and wealth and everything is well. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആ സമയത്ത് മാത്രമല്ല അവർ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചത്. The word says the church with them when they were going through severe affliction, severe trials, things going not well for them. Even at that time they accepted the word of God. വചനം വിളിച്ചു പറയുന്നത് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ആ സമയത്ത് പോലും അവരെ ദൈവത്തിന്റെ വചനം അവർ സ്വീകരിച്ചു എന്ന് പറയുന്നു. Not only that it says that they accepted the word of God, they joyfully accepted the word of God. അവർ വചനം സ്വീകരിക്കുക എന്ന് പറയുന്നത് സന്തോഷത്തോടെ അവർ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചു. And that's what God is expecting from us. അതാണ് എന്നിലും നിങ്ങളിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്നത്. For a child of God, every day is not going to be a walk in the cloud nine. It's not every day is very smooth. എല്ലായ്പ്പോഴും എല്ലാം ആശ്വാസമായി പോകുന്ന ഒരു ദിനമായിരിക്കത്തില്ല ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. But we must embrace the word of God as the word that coming from God and joyfully take it. ആ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അതിനെ ആലിംഗനം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും പോകേണ്ടത്. And when we accept that and do that, that is a visible proof of transformation. അവിടെ ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഗ്രഹിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഒരു പ്രത്യേകമായ ഒരു വെളിപ്പാട് അതിനകത്തോട് വരുന്നത്. And that transformation leads to imitation. ആ ഒരു രൂപാന്തരം നമ്മളിൽ ഭവിക്കുമ്പോഴാണ് അതൊരു അനുകാരികളായി തീരുന്നത്. I mean, two things here it says that imitators of Jesus and imitators of apostles. ക്രിസ്തുവിനും അപ്പോസ്തലനും അനുകാരികളായി തീരണമെന്ന 2 കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. And imitating an apostle or a pastor or a bishop, that's a little bit more easier than the other one. ഒരു അപ്പോസ്തലനെ അനുകരിക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനെക്കാൾ എളുപ്പമായി നമുക്ക് തോന്നാം. Because God, how can I imitate God? ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് അനുകരിക്കാൻ കഴിയുന്നത്? God is sinless, he is perfect, and how am I going to really imitate him? എല്ലാത്തിനും തികഞ്ഞവനായി പാപമില്ലാത്ത ഒരു ദൈവത്തെ എനിക്ക് എങ്ങനെ അനുകരിക്കാൻ കഴിയും? But I am a sinful man, I am full of shortcomings. With that one, how am I going to really follow a God with a perfection and fullness? പാപമംഗലമായ ജീവിതത്തിൽ കൂടി പോകുമ്പോഴും ഒരു തികഞ്ഞവനായ ദൈവത്തെ എനിക്ക് എങ്ങനെ അനുകരിക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നല്. That's a question that always really struggles us. എപ്പോഴും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചോദ്യമാണ്. In order for me to imitate somebody, I must know that person, I must agree with that person, I must be with that person. ഒരു വ്യക്തിയെ നാം അനുകരിക്കണമെങ്കിൽ ആ വ്യക്തിയെ അറിഞ്ഞിരിക്കണം, ആ വ്യക്തിയുമായിട്ട് ഒരു അംഗീകാരം എഗ്രി ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അനുകരിക്കാൻ കഴിയൂ. And Bible says that nobody has seen God, and how do we then really see, imitate an invisible God? നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് കാണപ്പെടാത്ത ഒരു ദൈവത്തെ നമുക്ക് അനുകരിക്കാൻ കഴിയുന്നത്? So my question is that I was thinking, will Bible tell us to do something if that is not achievable? നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം തിരുവചനത്തിൽ കൂടി നമ്മോട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുക. It says as a command, imitate God. ദൈവത്തെ അനുകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൽപ്പന എന്ന പോലാണ് ഇതുവഴി പറയുന്നത്.
But then how am I going to do that? എന്നാൽ ഞാൻ അതെങ്ങനെയാണ് പ്രാപ്തി അതെങ്ങനെയാണ് എടുക്കുന്നത്? So this scripture, when the book of Thessalonians, even last week, when I was studying and meditating, some of the phrases that apostle use here, I need to go to book of Ephesians to explain that thing. ഇതിന്റെ അകത്തൂടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ചില വാക്കുകളും ഒക്കെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടി പോയെങ്കിലേ നമുക്ക് ആഴമായി പഠിക്കാൻ കഴിയത്തുള്ളൂ. So number one, I'm going to focus on how we can imitate God. എങ്ങനെയാണ് ദൈവത്തെ ഒന്ന് അനുകരിക്കാൻ കഴിയുന്നതെന്ന് ആദ്യമായി നമുക്ക് പഠിക്കാം. Ephesians chapter 5 verse 1 we read, 5-ാം അധ്യായം 1-ാം വാക്യം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 ഇങ്ങനെ വായിക്കുന്നു. Therefore be imitators of God as dear children. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. In NLT translation he says, imitate God as an example in everything you do because you are his dear children. അവന്റെ ആ പ്രിയ മക്കൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് എല്ലാത്തിനും ദൈവത്തെ മാതൃകയാക്കി പോകാൻ തക്കവണ്ണം NLT version പറയുന്നു. Okay, so today once again, last week I did not publish the message because there was a lot of personal references and correction. I'm trying not to go in that direction today, but come with me because the church of Jesus Christ need a transformation. നമ്മുടെ ദൈവത്തിന്റെ സഭയ്ക്ക് എപ്പോഴും ഒരു രൂപാന്തരം വേണമെന്ന് വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു. And if the moment you become tired of hearing that word, that is an indication that we are not fully transformed. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ നിന്ന് മാറി പോകുമ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം യഥാർത്ഥമായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചിട്ടില്ല. When we become, pastor, this is the only thing the pastor has to say, and if any one of you feel that way, that it's an indication that our heart and minds are still, there is there need to be a little bit more transformation. നമ്മൾ ഇത് കേൾക്കുമ്പോൾ എപ്പോഴും പാസ്റ്റർ ഇതേ പറയാനുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ളൊരു വെളിപ്പാട് ഇതാണ് കാണുന്നത്. And that happens to me also. So let's meditate this together. എനിക്കും അത് എന്റെ ജീവിതത്തിൽ ഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഇത് ധ്യാനിക്കാൻ പോവുകയാണ്. Number one, it says imitate God as dear children. ഒരു പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പാനാണ് ആദ്യമായി പറയുന്നത്. Father God made the reference about Jesus a few times. He is my beloved son. അവൻ എന്റെ പ്രിയ മകൻ എന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്റെ ക്രിസ്തുവിനെ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. Once God said the same comment about Daniel, he is my beloved. ദാനിയേലിനെ പറ്റി ഇത് തന്നെ പറയുന്നത് അവൻ എന്റെ പ്രിയൻ എന്ന് പറയുന്നുണ്ട്. So there is a father children relationship there. അപ്പൻ കുഞ്ഞുങ്ങൾ എന്ന പോലെ ഒരു യഥാർത്ഥമായ സ്നേഹം അവിടെ കാണിക്കുന്നു. So the apostle Paul is saying that if you are a dear beloved children to your father, then you imitate him. ആമേൻ. നിങ്ങൾ ഒരു പിതാവിനെ യഥാർത്ഥമായ ഒരു പ്രിയ മക്കളെന്നെങ്കിൽ നിങ്ങൾ അവനെ അനുകരിക്കുക ചെയ്യും. So disobedient, disrespectful, if we don't appreciate, if I don't appreciate my father, I very unlikely will imitate him. നമ്മൾ അനുസരണയില്ലാത്ത രീതിയിലോ ഡിസൊബീഡിയന്റ് ആയി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവനെ അംഗീകരിക്കാൻ പോകത്തില്ല. So when I was meditating, this something even this morning when I was praying, it came to me, so I will tell you that one. ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. When we are young people, very young children has the tendency to imitate the parents. നമ്മൾ യൗവനത്തിന്റെ പ്രായത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുകരിക്കണം. When we are children, they imitate the parents. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആ സമയത്ത് മാതാപിതാക്കളെ നമ്മൾ അനുകരിക്കണം. But when they grow up, when they become a little bit more mature, we usually don't imitate that way. നമ്മൾ എന്നാലും ഒരു പക്വതയേറിയ ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കളെ അനുകരിക്കാൻ നോക്കത്തില്ല. Because we have a feeling that that's not something good, we kind of shy away from that one. We tend to go away from that. ആ സമയത്ത് നമുക്ക് പ്രത്യേക ഒരു ലജ്ജ നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമ്മൾ ഒരു പക്ഷേ അവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. In Jesus once said, unless you become the children, you will not inherit the kingdom of God. നിങ്ങൾ കുഞ്ഞുങ്ങളായി ഇരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പിതാവിന്റെ ആ ഇൻഹെറിറ്റ് അവകാശം നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്ന് പറയുന്നു. In one thing, if I say that one, God wants us to be children in the imitating God. In that thing we can never outgrow. നമ്മൾ ആ കുഞ്ഞുങ്ങളാകുമ്പോൾ ദൈവത്തിൽ അനുകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയൂ. Amen. Praise God. There is an area that please bear with me on this thing.
we cannot outgrow, we cannot mature in imitating the Father. ഒരു ദൈവത്തെ ഒരു പിതാവിനെ അനുകരിക്കുന്നതോടെ നമ്മൾ ഒരിക്കലും ഒരു പക്വതയിലേക്ക് എത്തത്തില്ല. Because that is an everyday process. That's why the more we become older, we need to become more children-like so that we can imitate our Father. നമ്മളെ പ്രായമാകും തോറും നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആയെങ്കിൽ മാത്രമേ നമുക്ക് പിതാവിനെ അനുകരിക്കാൻ കഴിയത്തുള്ളൂ. So now the question is, we all know we are all dear children. നമ്മളെല്ലാം പ്രിയ മക്കളാണെന്ന് നമുക്കറിയാം. I mean, you are all dear beloved children of God. നമ്മളോട് പ്രിയ കുഞ്ഞുങ്ങളാ പ്രിയ മക്കളാണെന്ന് നമുക്കറിയാം. How did we become dear children? എങ്ങനെയാണ് നമ്മൾ പ്രിയ മക്കൾ എന്നുള്ള ബന്ധത്തിലേക്ക് വന്നത്? That's verse 2 we read like this. രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And the Christ also has loved us and given himself for us, and offering a sacrifice to God for us. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ. So to become a dear children, Jesus gave his life. തന്റെ ജീവിതം ക്രിസ്തു യാഗമായി കൊടുത്തതുകൂടിയാണ് ആ കുഞ്ഞായി മാറിയത്. To make us to bring us into the family of God, to adopt us, he gave his life and blood. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്തത് തന്റെ രക്തത്തെ നിലത്തെ ചൊരിഞ്ഞുകൊണ്ട് മാത്രമാണ്. And that becomes a very casual thing for us because we talk about that all the time. നമ്മൾ എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് അതൊരു സാധാരണമായി നമ്മൾ അത് കേട്ടു മറന്നു പോകുന്ന ഒരു വചനമായി മാറുന്നുണ്ട്. But here it says that as a dear children, that we became a dear children or become the children of God because Jesus paid a great price. നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോ പ്രിയ മക്കളോ ആയത് യേശു ക്രിസ്തു അത് വലിയ വില നൽകിയത് കൊണ്ട് മാത്രമാണ്. Then he is saying that as dear children we have to imitate our Father. പ്രിയ മക്കൾ എന്നാൽ നമ്മൾ പിതാവിനെ അനുകരിക്കണം എന്ന് പറയുന്നു. What is that we have to imitate? എന്താണ് അനുകരിക്കുക എന്ന് പറയുന്നത്? The same love that Jesus showed us, we have to imitate the same love. യേശു ക്രിസ്തു നമ്മെ കാണിച്ച ആ സ്നേഹം അതേപോലെ തന്നെ നമ്മൾ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കണം. That's what we have to imitate. അതാണ് നമ്മൾ അനുകരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. This love involved a sacrifice. ഈ സ്നേഹത്തിൽ ഒരു യാഗമുണ്ട്. I mean that involves giving ourselves or giving himself for the good of the many people. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവമുണ്ട്. And that's what the love is. അതാണ് സ്നേഹത്തിൽ കൂടി പറയുന്നത്. It's very easy for me to say that I love somebody. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വളരെ ലളിതമായി നിങ്ങൾക്ക് പറയാൻ കഴിയും. But Apostle John said verse 3 of chapter 3, 1 John 3:18, he said, children, don't say like that. ഒന്ന് യോഹന്നാൻ 3:18 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ പറയരുത്. Because you are saying it about the words and tongue, there is no action behind it. നിങ്ങൾ വാക്കിനാലും നാവിനാലും പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി അതിനെ കാണിക്കുന്നില്ലല്ലോ. Amen. Praise God. So Apostle John is saying that if you love, there is an action behind നിങ്ങൾ it. സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ അതിൽ കൂടി ഒരു പ്രവൃത്തി അതിനെ കൂടെ വെളിപ്പെടട്ടെ. Jesus loved us by an action. ദൈവം ഒരു പ്രവൃത്തിയിൽ കൂടെ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. And if we have to imitate that love, our love must reflect in action. നമ്മുടെ ആ കിട്ടിയ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ നമ്മളെ വെളിപ്പെടുത്തി കാണിക്കട്ടെ. This is where the things are very difficult. ഇത് വളരെ പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നു. Because action sometimes involves sacrifice. ഒരു പ്രവൃത്തി കാണിക്കണമെങ്കിൽ അതിനകത്ത് ചില യാഗങ്ങൾ അർപ്പിച്ചേ പറ്റത്തുള്ളൂ. I can easily call and say somebody, brother, I pray for you, I love you. നമുക്ക് ഒരുപക്ഷെ ഞാൻ ഒരു സഹോദരനെ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം. But it will be very sacrificial for me to put my things away and drive an hour and go and spend a few minutes there. എന്നാൽ എന്റെ സ്വന്തം കാര്യങ്ങളെ പാടെ മാറ്റി വെച്ചിട്ട് 1 മണിക്കൂർ യാത്ര ചെയ്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ. I can say Sunday that brother or sister, I love you. ഒരു ഞായറാഴ്ചയിൽ കാണുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയാം. But the next 5 days you are not even in my thoughts. I mean that's not an expression of love. അടുത്ത 5 ദിവസം നമുക്ക് തരുന്നത് അവരെ പറ്റി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലെങ്കിൽ അതൊരു സ്നേഹമായി കാണുന്നില്ല. I mean the love always got some level of action in it. ഒരു ചെറിയ പ്രവൃത്തിയെങ്കിലും നമ്മുടെ ജീവിതത്തിലെങ്കിൽ ആ സ്നേഹത്തിൽ കൂടി ചെറിയ പ്രവൃത്തികൾ കാണണം. Now when we say here imitate God, there is a word, chapter 5
that starts with therefore. അഞ്ചാം അധ്യായത്തിൽ ആദ്യം ആകയാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. So that means there are certain things about. അതുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ കൂടി എടുത്തു കാണിക്കുന്നു എന്ന് പറയുന്നു. And it might be worth reading that chapter 4 verse 31 and 32. നാലാം അധ്യായത്തിന്റെ 31 32 വരുമ്പോൾ, in order for us to imitate God, something has to get rid of from us. നമ്മൾ ഒരാളെ സ്നേഹിക്കണം, അനുകരിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. Chapter 4 different things. It says verse 22 says put off the old man. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക എന്ന് പറയുന്നു. We 24 talked about that. I'm not going to say. Then it says verse 23 it says renew in spirits. ആത്മാവിൽ പുതുക്കം പ്രാപിക്കാൻ Verse പറയുന്നു. 25 says put on the new man. ആ പുതു മനുഷ്യനെ ധരിക്കാൻ എന്ന് പറയുന്നു. And verse 29 says let not any corrupt word proceed from your mouth. നിങ്ങളുടെ നാവിൽ നിന്നും ഒരു ആകാത്ത വാക്കുകൾ വരരുതെന്ന് പറയുന്നു. Verse 30 says do not grieve the Holy Spirit of God. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് 30-ാം വാക്യത്തിൽ പറയുന്നു. Verse 31 says let all bitterness be get rid of. എല്ലാ കയ്പും മാറിപ്പോകട്ടെ എന്ന് പറയുന്നു. Might say, Pastor, I don't have any bitterness. എനിക്കൊരു കയ്പും ഇല്ല എന്നൊരു പക്ഷേ നമ്മൾ പറയുമായിരിക്കാം. But when we go so sometimes deep into us that there are things that we cannot forget, there are things that we cannot forgive. നമ്മൾ എന്നാൽ ആഴമായി ഒന്ന് ചിന്തിക്കുമ്പോൾ ചിലതൊന്നും മറക്കുവാനോ ക്ഷമിക്കുവാനോ കഴിയാത്ത ചില കാര്യങ്ങൾ It നമുക്കുണ്ട്. says anger, clamor and evil speaking, put away all of those things. കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവും നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് Verse പറയുന്നു. 32 says be kind to one another. നിങ്ങൾ അന്യോന്യ ദയുള്ളവരാകാൻ പറയുന്നുണ്ട്. And it says have a tender heart. ഒരു മനസ്സലിവുള്ള ഒരു ഹൃദയം ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട്. Amen. Praise God. And says forgiving one another. അന്യോന്യം ക്ഷമിക്കുവാൻ പറയുന്നു. And these are all the things that we need to imitate God. ഒരു ദൈവത്തെ അനുഗ്രഹിക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. And I begin to sit down and kind of put these things and begin to think. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നൊന്നായി എന്റെ മുമ്പിൽ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. I don't know about you. You may be much more perfect than me, but I am talking about me. ഒരു പക്ഷേ എന്നേക്കാൾ നിങ്ങൾ പക്വതയുള്ളവരായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. I might know word and I might be preaching from here every day. ഞാൻ എല്ലായ്പ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നുണ്ട്. Amen. But the question is that if any one of this character in me, ഈ പറയുന്നതിൽ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, if there is any selfishness in me, if there is any bitterness in me, if there is an unforgiving spirit in me, and if it doesn't matter how long that has been there, that needs to go for us to imitate God. സ്വയം ഉണ്ടെങ്കിൽ, ക്ഷമിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് കാര്യമില്ല. I mean, in order to, we can fool, but in order to truly imitate God, we got to get rid of these things. നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ഫൂളാക്കാം, എന്നാലോ ദൈവത്തെ അനുഗ്രഹിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയേ പറ്റത്തുള്ളൂ. I mean, sometimes those are the challenges. ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ളതാണ് നമ്മുടെ വെല്ലുവിളികളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. Think about how our conversation is. നമ്മുടെ സംഭാഷണങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. Think about that everything that I do is my intent and motivation. If there is even an iota of selfishness in it. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി. If I love somebody, there is some kind of an ulterior motive behind it. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ അതിനകത്ത് മറ്റൊരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? Anything that I do, എന്ത് നമ്മൾ ചെയ്തെങ്കിലും, I mean, it may not be to church people. What about the family? Or it doesn't matter. I mean, how is my conduct there? ഒരു പക്ഷേ സഭയിലുള്ളവരോടെല്ലാം, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പോലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ കാണുന്നത്? I mean, Jesus forgives says the similar way. If we don't have a total unconditional forgiving spirit, we cannot imitate God. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു ക്ഷമിക്കത്തക്കതായിട്ട് ഒന്നുമില്ല എങ്കിൽ, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയത്തുള്ളൂ. If you do have, that's what it says, imitate God. ഇങ്ങനെയുള്ളതെല്ലാം മാറ്റിക്കളഞ്ഞെങ്കിൽ, ആകയാൽ, അതുകൊണ്ടാണ് ആദ്യത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. Said that not the only way to imitate God is, meaning one of the ways to imitate God is
walk in that love. ദൈവത്തെ അനുകരിക്കുവാൻ തക്കൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നടക്കുകയും. Amen. Praise God. Walk in that love. That means an actionable love. ഇവിടെ ഒരു പ്രവൃത്തിയിൽ കൂടെയുള്ള ഒരു സ്നേഹമാണ് എടുത്തു Number കാണിക്കുന്നത്. one, Jesus gave himself for us. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മെ നേടുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ നൽകി. Let me bring it to you some words used over there. He says he gave himself for us. നമുക്ക് വേണ്ടി അവനെ നൽകി എന്ന് പറയുന്നു. An offering and sacrifice to God. ദൈവത്തിന് വഴിപാടും യാഗവുമായി കൊടുത്തു. Something that Jesus, he gave it himself to me and you. That is something he voluntarily gave it to us. നമുക്ക് ദൈവം തരുവാണ്, എനിക്ക് നിങ്ങൾക്ക് തരുവാണെങ്കിൽ അത് നമുക്ക് തന്നെ വന്നു ചേരും. But that giving that love was an offering to God. ആ തരുന്നത് ദൈവത്തിന്റെ ഒരു വഴിപാടായിട്ടാണ്. This is exactly what we want to understand in this thing. ഈ വാക്യത്തിൽ കൂടി ഈ ആഴമേറിയ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. If I sacrificially do something for my brother and sister that I am doing for you, യാഗമായി നമ്മൾ എന്തെങ്കിലും നമ്മുടെ സഹോദരനോ ചെയ്യുവാണെങ്കിൽ, but that is an offering to God. അത് ദൈവത്തിന് ഒരു വഴിപാടായി മാറുകയാണ്. Hallelujah. There is that difference. അതിന്റെ അകത്ത് ഒരു വ്യത്യാസവുമില്ല. Hallelujah. Glory to God. Let me give you another example. മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരട്ടെ. Apostle Paul said it when he was talking in the Philippians, in the book of Philippians. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. Chapter 4 verse 18, he is talking about something like this. 4:18 ഇങ്ങനെ പറയുന്നു. The Philippian church was a church that really supported Paul financially to help other people. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം ഫിലിപ്പിയ സഭയാണ് വളരെയധികം And he says no other church did that. അങ്ങനെ ഒന്നും മറ്റൊരു സഭ ചെയ്തില്ല എന്ന് പറയുന്നു. And then he is saying that even when I was in Thessalonica, Philippian church gave something, they collected something and gave it to us. ഞാൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോഴും ഫിലിപ്പിയ സഭ ആ സമയത്ത് സഭ ധനം സമാഹരിച്ച് എനിക്ക് തന്നു എന്ന് പറയുന്നു. And it says their offerings that they gave it to the church, for the church. അവര് ആ സഭയ്ക്ക് കൊടുത്ത ആ ഒരു ഓഫറിംഗ്, but it was a sweet aroma to God. അതൊരു സൗരഭ്യ, ദൈവത്തിന് ഒരു സൗരഭ്യ വാസനയായിട്ട് മാറിയിരിക്കുന്നു. Hallelujah. That is what the giving is. അതാണ് കൊടുക്കുക എന്ന് പറയുന്നത്. Sometimes we do things because we have to do. നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ അത് ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. But understand the difference is that Lord give me that wisdom to know that whatever I give, whether I love, whether I do something, whether I go to somebody, whether I help somebody, whether I financially help somebody, whether I physically help somebody, whatever I do, I am doing that. It is to the Lord an offering, and it is a fragrant offering. Amen. ദൈവമേ എനിക്ക് തരുന്ന നന്മകളെ ഞാൻ കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, സഹായിക്കുമ്പോൾ, ധനം കൊടുക്കുമ്പോൾ എല്ലാം അത് അവർക്ക് ദൈവത്തിനുള്ള ഒരു സൗരഭ്യ വാസനയായി കൊടുക്കുന്നു എന്നൊന്ന് ഗ്രഹിപ്പാൻ തക്കമുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. And I always get it, not only from the word of God, I always get motivated when I read about other people. ഞാൻ മറ്റുള്ളവരെ പറ്റി മറ്റുള്ള ആത്മ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഉത്സാഹം വരുന്നുണ്ട്. I was reading about Amy Carmichael. ഏമി കാർമിക്കയെ പറ്റി ഞാൻ ഒരു പുസ്തകം വായിച്ചു. A missionary from Ireland, and she finally came to India and spent many years there. അയർലൻഡിലുള്ള ഒരു വ്യക്തിയായ മിഷണറിയായ ഏമി കാർമിക്കൽ ഇന്ത്യയിൽ വന്ന് മിഷൻ പ്രവർത്തനം ചെയ്തതാണ്. And her whole life goal was to take care of the ill-treated kids. ആമേൻ. അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, സൗഖ്യമില്ലായിരിക്കുന്ന രോഗത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുക. Yeah, some of the kids who were offered to the temple for worship, to service, but she recognized that they were being used and abused in the temple, and she was working to rescue them. അമ്പലത്തിന്റെ ദാസ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതിന്റെ ആഴം മനസ്സിലാക്കി അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു വേലയായിരുന്നു നമുക്ക് നൽകിയത്. But in 1951 she was going into a place, a medical building to inaugurate and pray for that. 1951 ഒരു ബിൽഡിംഗിന്
മിഷനറിനെ ഉദ്ഘാടനം ചെയ്യാൻ തക്കവണ്ണം ഈ മിഷനറി അവിടെ പോയി. I mean, I think she probably would travel somewhere in the 50s, but in the 1950 or something, I don't know exactly. But when she went on the way, she fell into a hole and then she got injured. അവിടെ കടന്നു പോകുന്ന ആ വഴിയിൽ വീണ് അവൾക്ക് ആ മിഷനറിക്ക് ക്ഷതം സംഭവിച്ചു. And she did not recover from that. അതിൽ നിന്ന് ഒന്ന് മുക്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. And she became an invalid. It means that she was not able to move around from that moment onwards. ആ സംഭവത്തിന് ശേഷം ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാതെ കിടക്കയിലായി. And she did not stop her work. എന്നാലോ തന്റെ പ്രവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല. She began to write and she began to talk to people from the whatever the way they carried her. എവിടെയൊക്കെ അവളെ വഹിച്ചുകൊണ്ട് പോകുന്നു അവിടെ എല്ലാം സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ ആ മിഷനറി തുനിഞ്ഞു. Because Amy did not come to India because somebody was paying her. അവൾക്ക് എന്തെങ്കിലും ആരെങ്കിലും സഹായം ചെയ്തതുകൊണ്ട് ഈ മിഷനറി ഇന്ത്യയിലേക്ക് വന്നതല്ല. Amy came to India because of the love of God. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ആഴമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഏമി എന്ന മിഷനറി ഇന്ത്യയിലേക്ക് വന്നത്. And nothing can stop her work from the love. എന്നാൽ ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും അവളെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. Even she got a hidden fall. She could have said, Lord, I'm doing your work, I'm doing your ministry. I came from another country and I'm doing everything. Why didn't you protect me? ആ ഹോൾവേയിൽ വീണപ്പോൾ എന്റെ ദൈവമേ അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് ഭവിച്ചു എന്ന് ചോദിക്കാം. But she did not question about it. അങ്ങനെ ഒരു ചോദ്യം അവളുടെ ഉള്ളിൽ നിന്ന് വന്നില്ല. She began to do whatever the capacity she got. അവൾക്ക് കഴിയാവുന്നിടത്തോളം കാലം എല്ലാം അത് ചെയ്തു ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. That's the time the famous words came out of her mouth. അവിടെ നിന്നാണ് ആ വലിയൊരു കോഴ്സ് ഒരു വാക്ക് അവളുടെ നാവിൽ നിന്ന് വന്നത്. She said, I can give something to somebody without love. എനിക്ക് സ്നേഹമില്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയും. But I cannot love somebody without giving. എന്നാൽ കൊടുക്കാതെ എനിക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. Hallelujah, glory to God. Amen. I can say many things, but I cannot love somebody without giving. എന്നാൽ എനിക്ക് മറ്റുള്ളവരെ പല കാര്യങ്ങളും പറയാം, എന്നാലോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ പ്രവൃത്തിയിൽ കാണിക്കാതെ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. And this morning when I was on my knees and I was praying, Lord, am I qualified to preach this thing? ഞാൻ മുട്ടിന്മേലിരുന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്, ഞാൻ ഇത് പ്രസംഗിക്കുവാൻ പറയുവാൻ യോഗ്യനാണോ? And all of a sudden a thought came to my mind. പെട്ടെന്ന് ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. You can call it a revelation or you can call it whatever it is, but I am saying what I experienced this morning. ഇന്ന് പ്രഭാതത്തിൽ ഒരു വെളിപ്പാടെന്ന പോലെയാണ് എന്റെ ഉള്ളിലേക്ക് അത് വന്നത്. All of a sudden it looks like a book opening in front of. എന്റെ മുമ്പിലേക്ക് ഒരു വചനം തുറന്നു വന്നു. I mean the book has the pages Monday, Tuesday, Wednesday, Thursday where God is writing down things. തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെ ഓരോന്ന് ദൈവം എഴുതിക്കൊണ്ടിരിക്കുന്ന എന്റെ മുമ്പിൽ കാണിച്ചു. And all of a sudden said all 6 days gone and the pages were blank. 6 ദിവസം പോയി, എന്നാൽ ആ പേജുകളൊക്കെ നമുക്ക് എംപ്റ്റി ആയിട്ട് ഒന്നുമില്ലാത്തതുപോലെ കാണുന്നു. Because God didn't have anything to record an actionable love from me. എന്നിൽ നിന്ന് ഒരു സ്നേഹത്തോടു കൂടി ഒരു പ്രവൃത്തി കാണിക്കാൻ തക്കവണ്ണം ഒന്നും ആ പേജിനകത്ത് കാണുന്നില്ല. When I did so much thing. ഞാൻ പലതും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു. I worked so much for my family. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രവർത്തിച്ചു. I mean, run around, I was busy. ഞാൻ വളരെ ബിസിയായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. But when it comes to the Lord, the pages were empty. എന്നാൽ എന്റെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നപ്പോൾ ആ പേജുകളൊക്കെ ഒന്നുമില്ലാതെ കാണുന്നു. I mean, actionable love, there was nothing there. എന്നാൽ ഒരു പ്രവൃത്തിയിൽ കൂടെയുള്ള ഒരു സ്നേഹം ഒന്നും കാണാൻ. Child of God, if it is that is you or any one of you here. ഞാനോ നിങ്ങളോ ഇത് കേൾക്കുന്നുണ്ടോ സഹോദരാ? Why did he love us? എന്തുകൊണ്ടാണ് Why did he give his life for us? എന്തുകൊണ്ടാണ് ജീവിതം നമുക്ക് വേണ്ടി യാഗമായി തന്നത്? Is that only for us to come here Sunday morning and praise him and say, Lord, thank you? Or is it something for us to do an actionable love back to him? ഞായറാഴ്ച രാവിലെ വന്ന് ദൈവത്തെ സ്തുതി കൊരേറ്റുവാൻ മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്ന ചില സ്നേഹം നിങ്ങളിൽ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. Amen, praise God. Empty pages. ആമേൻ, ശൂന്യമായ ചില പേജുകൾ മറിഞ്ഞു പോകുന്നു. Amen, think about that. അതിനെപ്പറ്റി ആഴമായി ചിന്തിക്കുക. Amy told at the age of 83, she was about to die.
ആമേൻ. ആ മിക്കൽ മരിക്കുവാനുള്ള ആ അവസാന നിമിഷത്തിൽ അടുക്കുമ്പോൾ and she said, don't put a tombstone on my grave. എന്റെ ശവകുടീരത്തിന് മുന്നിൽ ഒരു ശവകുടീരം ഒന്നും വെക്കരുതെന്ന് പറഞ്ഞു. That's what the history says. She said, don't put anything to put me as a glamorous person or anything like that. എന്നെ ഒരു വലിയ മഹത് വ്യക്തിയായി കാണിക്കാൻ തക്കവണ്ണം ഒന്നും എന്റെ ശവക്കല്ലറയിൽ Don't write on my tombstone that I fought a good fight. ഞാൻ നല്ല പോർ പൊരുതി ഒന്നും എന്റെ ശവക്കല്ലറയിൽ എഴുതരുത്. Don't put a tombstone. ഒരു ശവ കൂടാരവും എനിക്ക് വേണ്ട. And they buried her. അങ്ങനെ ആ മിഷനറി അവിടെ അടക്കി. But a bunch of children, bunch of young people, they said she did so much for us. ആമേൻ. എന്നാലും അവിടെ ആയിരിക്കുന്ന ആ കുഞ്ഞുങ്ങള് അവർക്ക് വേണ്ടി ചെയ്തതിന്റെ ഓർത്തുകൊണ്ട് they said we should have been perished, we should have been in the sex trafficking, we should have been like that. She did so much for us. നാം നശിച്ചു പോകേണ്ടെന്ന ഈ ആയിരുന്ന ആ സമയത്ത് നമ്മെ അവിടെ നിന്ന് വലിച്ചെടുത്ത ഒരു വ്യക്തി. So they said we want to do something. നമുക്ക് ഇവർക്ക് ഈ മിഷനറിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. We're not going to disobey her. ഞാൻ അവരെ അനുസരിക്കാതിരിക്കാനല്ല. But they put a table of bird bath on her grave. ആ ഒരു ബേർഡ് ബാത്ത് അവിടെ and on that they wrote one word, Amma. ഒരു വാക്ക് മാത്രം, അമ്മ എന്നൊരു വാക്ക് മാത്രമാണ് അതിന്റെ മേൽ എഴുതിയത്. That still it's there, my brothers and sisters. ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. You don't have to write too much. ഒത്തിരി ഒന്നും എഴുതണമെന്നില്ല. Because she was an amma for them. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയായിട്ടാണ് അവൾ അവിടെ ആയിരുന്നത്. She probably didn't want anything, but they said no. She cared for us. She's an amma for us. ഒന്നും ചെയ്യണ്ട എന്ന് മിക്കൽ പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് അവർ ഒരു അമ്മയായി മാറിയിരിക്കുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. In terms of the love that the Lord showered upon us, what kind of a legacy we will leave behind. നമുക്ക് ചൊരിഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തിൽ എന്ത് ലെഗസിയാണ് നമ്മൾ വിട്ടത്? I might breathe tomorrow, but what's the legacy from me? ഞാൻ എന്റെ ജീവിതം ഇന്ന് ഇവിടെ നാളെ അവസാനിക്കുമ്പോൾ എന്താണ്? I am not talking about on the funeral day that all my people come and say a lot of things, but that's not what I'm talking about. എന്റെ ശവസംസ്കാര ചടങ്ങിൽ അനേകരെ വന്ന് പുകഴ്ത്തി പറയുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. What is that? Is a influencing, touched other people, motivated them to become a firebrand for Christ. ഒരു ക്രിസ്തുവിന് വേണ്ടി എരിയുന്നവരായി കാണുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ സ്വാധീനിച്ചത് എന്താണ്? എന്റെ നിങ്ങളുടെ what did my life influence in another person that he or she commit their life to say that I am ready to do, I am ready to imitate that God. ഈ ദൈവത്തെ ഞാൻ അനുകരിക്കാൻ തയ്യാറാണെന്ന് ഒരു മറ്റുള്ള വ്യക്തി എടുത്തു പറയത്തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചത് എന്താണ്? What kind of a God that I believe so that other brother and sister can with boldly, confidently imitate. മറ്റുള്ളൊരു സഹോദരിയോ ദൈവത്തെ അനുകരിക്കാൻ തക്കവണ്ണം എന്ത് മാതൃകയാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവരെ കാണിച്ചിരിക്കുന്നത്? I'm not sure. Sometimes I want to become very eloquent and I want to say things, but you may label me as a weak preacher on the pulpit, but let it be that way. ആമേൻ. ഒരു പക്ഷേ എന്നെ നിങ്ങൾ ഒരു നല്ല പ്രസംഗനായിട്ട് പറയത്തില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. I'm pouring my heart. ഞാൻ എന്റെ ഹൃദയം നിങ്ങളുടെ മുകളിലേക്ക് വിളിച്ചു പറയുക. All I want is this church to be a transformed church like Thessalonians. ഒരു തെസ്സലോനിയ സഭയെ പോലെ ഒരു രൂപാന്തരമുള്ള and I know a lot of good qualities in you, that's why I'm preaching. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ നല്ല ഗുണങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. Imitate the Lord with that love. ആ സ്നേഹത്തോടു കൂടി ആ ദൈവത്തെ അനുകരിക്കാൻ ശ്രമിക്കുക. When you imitate and me imitate the Lord with that love, the world may label you and me differently. ആമേൻ. ദൈവത്തെ അനുകരിക്കേണ്ടുന്നത് പോലെ നിങ്ങൾ അനുകരിക്കുമ്പോൾ ഈ ലോകം നിങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ലേബലായിരിക്കും നിങ്ങൾക്ക് ചാർത്താൻ പോകുന്നത്. Love one another, forgiving others, giving financially, spreading gospel, being patient to others, loving the noise you. That's what Apostle says in Ephesians 4:25. It's so easy for me to love those who love me, but what about the people that are annoying me all day? Can I love them? ആമേൻ. മറ്റുള്ളവരെ നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന നമ്മെ ശല്യപ്പെടുത്തുന്നവരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും, എങ്ങനെ കൊടുക്കും, എങ്ങനെ സഹായിക്കും എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിൽ കൂടി വിളിച്ചു പറയുന്നത്.
Even though this is a personal reference, I have no problem even the public hear that one. When Wednesday prayer line when I joined, ഞാൻ ബുധനാഴ്ച പ്രയർ ലൈനിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ I was so touched by the prayers. ഞാൻ ആ പ്രാർത്ഥന കൂടി വളരെയധികം എന്നെ ടച്ച് ചെയ്തു. Almost every person, there were few mention of material things, but the majority of the prayer of every person on that online was a desire to be transformed. ഒരു രൂപാന്തരത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അന്ന് ബുധനാഴ്ചയിൽ എടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. Everyone was Lord, they just want to grow spiritually. ആത്മീയമായി ഒന്ന് ഉയരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഉയർന്നു വന്നത്. That is the sign of transformation. അതാണ് പ്രാർത്ഥനയുടെ ആ രൂപാന്തരത്തിന്റെ ഒരു സൈൻ, അടയാളം. Amen. When we pray like that way, amen, things will change. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഉയരുമ്പോൾ ചില ചലനങ്ങൾ സംഭവിക്കും. Amen. We need to pray for other needs. I'm not undercutting that word, but the prayer words of our Lord. And I said, Lord, it is working. It is working. Hallelujah. മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നാലോ ഇതിലുള്ള പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് ദൈവമേ ഇത് പ്രവൃത്തിയിലേക്ക് വരുന്നല്ലോ എന്നുള്ള ചിന്ത വരുന്നത്. Let's pray that the Lord help me to imitate the love. ആ സ്നേഹത്തെ അനുകരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. Amen. Imitate the love of Jesus. യേശു ക്രിസ്തുവിനെ ഒന്ന് അനുകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Amen. Let's very quickly go to the next one. അടുത്തതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. Amen. Said again, Ephesians says that in order for us to imitate, the Apostle Paul says that verse 3 onwards, he says the only way we can imitate God is when we walk in light. ആ വെളിച്ചത്തിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. Walking in light means to display the light by not joining those in darkness. ഒരിക്കലും 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മറ്റു സകല വിശുദ്ധന്മാരിലും ഏറിയ ചെറിയവനെ എനിക്ക് ജാതികളോട് ക്രിസ്തു Ephesians 5 verse 8. ഇങ്ങനെ വരുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. Amen. Praise God. By the verse first it says you were darkness, but now you are light. നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോഴും നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. Think that one. Apostle is not saying before you were walking in darkness. നിങ്ങൾ ഇരുട്ടിൽ നടന്നിരുന്നു എന്നല്ല പറയുന്നത്, നിങ്ങൾ ഇരുട്ടായിരുന്നു എന്നാ പറയുന്നത്. You were dark. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്നാണ് 8-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം പറയുന്നത്. Amen. You were darkness. That means you were not walking in darkness. Before you come to Christ, you were dark. നിങ്ങൾ ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് വ്യക്തമായിട്ടാണ് അവിടെ വിളിച്ചു പറയുന്നത്. But now you are light. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാകുന്നു. The light meaning the light, when we are light, we're not participating in the work of the darkness. എന്നാലോ വെളിച്ചമാകുമ്പോൾ എന്നാൽ ഇരുളിന്റെ പ്രവൃത്തികളിൽ നമ്മൾ പങ്കാളികളാകുന്നില്ല. Verse 7 we read that. 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, Therefore do not be partakers with them. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. Amen. Those who have not accepted Christ, those who live in this world, amen, when we go to school, college and work, there are a lot of people who are dark, full of darkness. നിങ്ങൾ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ ദൈവത്തെ അനുസരിക്കാത്തവരാ ഈ ലോകത്തിലേക്ക് ആയിരിക്കുന്നവരാണ് ഇരുളിന്റെ ആത്മാക്കൾ എന്ന് പറയുന്നത്. Amen. Bible says you cannot partner with them. നിങ്ങൾ അവരുമായി ഒരു പങ്കാളിത്തം ഉണ്ടാകരുത്, കൂട്ടുണ്ടാകരുത്. You cannot associate with them. നിങ്ങൾക്ക് ഒരിക്കലും അവരോട് യോജിച്ചു പോകാൻ കഴിയത്തില്ല. By NLT version, do not participate in the things that these people do. ഈ ജനം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. I am not saying, Bible saying. ഈ തിരുവചനമാണ് വിളിച്ചു പറയുന്നത്. But so if you participate in that thing, നിങ്ങൾ അവരോട് യോജിച്ചു പോവുകയാണെങ്കിൽ, because of whatever the reason, ഏത് കാരണമേ ആയിക്കോട്ടെ, you are becoming a partner with the darkness. ആ ഇരുളുമായിട്ട് നിങ്ങൾ യോജിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. Amen. But you cannot then imitate God. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് അനുകാരികളാകാൻ കഴിയത്തില്ല. Because God doesn't work in the darkness. ഇരുളിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. He is God light,
and then he gave us the light, then we cannot associate with the darkness. ദൈവം വെളിച്ചമാണ്, അവൻ വെളിച്ചമാണ് പകരുന്നത്. നമുക്ക് ഒരിക്കലും ഇരുളുമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. Number 2, if you have the light, you are walking in light, that means you are living out your identity. നിങ്ങൾ ഒരു വെളിച്ചത്തിലാവുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. That's what we read verse 8. അതാണ് 8-ാം വാക്യത്തിൽ കൂടി നാം വായിക്കുന്നത്. What is our identity? എന്താണ് നിങ്ങളിൽ കൂടി തിരിച്ചറിയുന്നത്? If I am a child of God, I have to live out that life. ആമേൻ. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ആ ഒരു തിരിച്ചറിവായിരിക്കണം നമുക്ക് ഉണ്ടാവുന്നത്, നമ്മളിൽ കൂടി കാണേണ്ടത്. Wherever we are, എവിടെയൊക്കെയാണെങ്കിൽ പോലും. Praise God. If that identity get compromised, we're not imitating God. നമ്മൾ ആ തിരിച്ചറിവിനെ മറ്റുള്ളതിനു വേണ്ടി, ലോകത്തിന് വേണ്ടി അടിയറവ് പറയ്ക്കുവാണെങ്കിൽ അത് ഒരിക്കലും ദൈവവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. Young people, let me give you a kind, gentle warning. ഞാൻ വളരെ താഴ്മയോടെ ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കട്ടെ. യൗവനക്കാരെ, You are the one mostly vulnerable and are being pressured for this. മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ ഭേദിക്കാൻ തക്കവണ്ണം വളരെ എളുപ്പമാണ്. If you go to school and college and if you become partner with a person who does all kinds of weird things to get acceptance and approval from them, then you cannot imitate God. You are not imitating God. It doesn't matter, you might be a baptized child, but you are not imitating God. നിങ്ങൾ സ്നാനപ്പെട്ട കുഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾ സ്കൂളിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ള ലോകത്തിന്റെ പ്രവർത്തികളും ദുഷ്ടപ്രവർത്തികളും ചെയ്യുന്നവരുമായി നിങ്ങൾ അവരെ അംഗീകരിച്ച് അവരോടൊപ്പം പോവുകയാണെങ്കിൽ They can do all kinds of things. അവർക്ക് എന്തും ചെയ്യാനുള്ള അനുവാദമുണ്ട്. They may have boyfriend, girlfriend, they may have do all kinds of things, they may be drinking beer, they might be doing all kinds of nonsense, but you as a child of God, you have nothing to do with it. ആമേൻ. അവർക്ക് ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ഒക്കെ ഉണ്ടാകാം, എന്നാലും അവരുമായിട്ട് നിങ്ങൾക്ക് ഇടപഴകുവാൻ സാധ്യമല്ല. Praise God. That is not imitating God. അത് ദൈവത്തെ അനുകരിക്കുന്നതിന് ഉപയോഗിക്കും. Wherever you are, you need to know your identity and you display your identity, then you can say that you are walking in light. ആമേൻ. നിങ്ങൾ എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കണം. The moment you compromise and walked with the people and partnered with the people, മറ്റുള്ളവരുമായി ഇടപഴകി നിങ്ങൾ നടന്നു പോകുമ്പോൾ you grieved the Holy Spirit of God. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. Amen. At that point onwards, you cannot imitate. അവിടെ അത് തൊട്ട് നിങ്ങൾക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയത്തില്ല. Because God is not with you. നിങ്ങളുടെ കൂടെ ദൈവം ഇല്ലാതായി പോകും. Holy Spirit is not with you. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. How in the world then you can do it? ഈ ലോകത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും? Amen. So this morning, very strong warnings. ഈ പ്രഭാതത്തെ വളരെ മുന്നറിയിപ്പോടെ നിങ്ങൾ If പറയുന്നത്, any one of you are involved in any such a behavior, അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ today must be the last day and you must quit that behavior. ആ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വിട്ടുമാറിയിരിക്കണം. Amen. Don't take the life of Samson life that you play with God. ആ ദൈവത്തോട് കളിച്ചിരുന്ന ശിംശോന്റെ One day you will be caught. ഒരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടും. Life will be miserable. നിങ്ങളുടെ ജീവിതം നശിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. Before that you must say goodbye to that. അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിനോട് വിട ചൊല്ലണം. Hallelujah. We cannot have anything close with the darkness. ഈ ഇരുളുമായിട്ട് ഒരു പ്രവൃത്തിയും പങ്കാളിത്തം Very clearly says that you cannot participate with them. നിങ്ങൾക്ക് അവരുമായിട്ട് പങ്കാളിത്തം പാടില്ല എന്ന് വിളിച്ചു പറയുന്നു. Praise God. Let's go and another thing. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. There, when we say that next verses, verse 9, it says that for the truth of spirit is all goodness, righteousness and truth. ഇവിടെ പറയുന്നത് വെളിച്ചത്തിന്റെ ഫലം സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നു. If you think or I think if I'm walking in light, നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, then we speak truth, nothing but truth. നമ്മൾ സത്യമല്ലാതെ മറ്റൊന്നും നമ്മുടെ നാവിൽ വരത്തില്ല. Amen. If we kind of hide things and not say the truth as it is, then we're not in the light. സത്യത്തെ സത്യമായി വിളിച്ചു പറയുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ അനുകരിക്കുന്നില്ല. Amen. Whether it is young age or old age, it doesn't matter.
Truth is truth, brothers and sisters. We must tell the truth, and if not, we are in darkness. യൗവനത്തിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ ആയിരിക്കുന്നിടത്ത് സത്യം തന്നെ വിളിച്ചു പറയണം. Amen. Whether when we do the tax, or when we work, when we take credits, whatever it is, it doesn't matter. Truth is truth. ടാക്സ് ആണെങ്കിലും നമ്മൾ ടാക്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴും ജോലിയിലാണെങ്കിലും ചെയ്യേണ്ടത് സത്യം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. That's the way we reflect the light. അതിൽ കൂടിയാണ് നമ്മുടെ വെളിച്ചത്തെ നമ്മൾ പ്രകടമാക്കി കാണിക്കുന്നത്. Verse 10 it says of finding out what is acceptable to the Lord. എന്താണ് ദൈവത്തിന് ഹിതമെന്ന് നോക്കണമെന്ന് അടുത്ത 10-ൽ പറയുന്നുണ്ട്. Amen. That is the question. This Christianity boils down to right there. Everybody might be doing things, but I, as a child of God, I, as a pastor, primary responsibility is to know these words. What is acceptable to the Lord? കർത്താവിന്റെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് 9-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നത്. If it is not acceptable to the Lord, you cannot do it. ദൈവത്തിന് ഹിതമല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. In another translation, if it is not pleasing to God, you cannot do it. ദൈവപ്രസാദമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് വിളിച്ചു പറയുന്നു. But if you do something and you know confidently that God pleased in my action, then continue to do it. ദൈവം പ്രസാദിക്കുന്നതാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. Imitating God is walking in lightness. ദൈവ വെളിച്ചത്തിൽ നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുകരിക്കുക എന്ന് പറയുന്നത്. And the life is sometimes difficult. അത് ആ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായി തോന്നുന്നു. You reflect our life every day. നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തി ഓരോ ദിവസവും വെളിപ്പെടുത്തി കാണിക്കുന്നത്. I know somebody feeling sleepy, so I let me give you a story. I usually don't say story, but today I feel like I want to say a story. ഞാൻ ഇവിടെ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. A police officer pulled over somebody. ഒരാളെ റോഡിന്റെ സൈഡിലേക്ക് ഒരു പോലീസ് ഓഫീസർ മാറ്റി വെച്ചു. He kind of pulled over, and then the reason the police officer saw this person was very aggressively driving on the road. വളരെ സ്പീഡിൽ അവൻ വണ്ടി ഓടിച്ചു. Not only speed, aggressively means cutting people and kind of annoying people, and really just a very erratic behavior on the road. ആ റോഡിൽ കൂടി ഓടിക്കേണ്ട മാന്യതകളൊന്നും പാലിക്കാതെ അവൻ ഓടിച്ചതുകൊണ്ട് പോലീസ് ഓഫീസർ അവനെ പിടിച്ചു മാറ്റി നിർത്തി. When after stopping, the officer went very close to the person. അത് കഴിഞ്ഞ ശേഷം ഈ പോലീസ് ഓഫീസർ അവന്റെ അടുത്തേക്ക് അടുക്കി ചെന്ന്, and then the person asked what law I broke. ഞാൻ എന്ത് നിയമമാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു. Police officer said, no, you did not break any law. നീ ഒരു നിയമവും നീ ബ്രേക്ക് ചെയ്തില്ല. But your behavior was that what prompted me to stop you. നീ കാണിച്ച സ്വഭാവമാണ് എന്നെ വീണ്ടും പ്രോംപ്റ്റ് ചെയ്തത്. I thought this is a stolen car. ഞാൻ വിചാരിച്ചു നീ ഇത് മോഷ്ടിച്ച കാറാണ്. Then he asked, why did you say that? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവൻ ചോദിച്ചു. He said, on the behind of your car has too many bumper stickers. It says, be kind and tender-hearted, love each other, respect others. All kinds of words is behind your car as bumper stickers. എന്നാൽ നിന്റെ കാറിന്റെ പുറകെ നോക്കുമ്പോൾ നീ ക്ഷമയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ ക്ഷമിക്കണം, മറ്റുള്ളവർ ദയാലുവായിരിക്കണം, ഇങ്ങനെയുള്ള വാക്യങ്ങളാണ് കാണുന്നത്. I thought this is from a good Christian's car. Somebody is stolen and driving. That's why I stopped you. ഞാൻ വിചാരിച്ചത് ഒരു യഥാർത്ഥ നല്ല ക്രിസ്ത്യാനിയുടെയാണ്, അവരുടെ നീ മോഷ്ടിച്ച് നീ കടന്നു കളയുവാണ്. Because if you were a good Christian, if the bumper sticker is true, you wouldn't behave like this. നീ നല്ലൊരു ക്രിസ്ത്യാനിയാണ്, പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന യഥാർത്ഥമായി നീ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നീ പോകത്തില്ല. How many days, how many times the Holy Spirit can me stop and say, no, you didn't break any law, but you didn't behave the way you ought to behave. എത്ര പ്രാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ കൽപ്പനകളൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, എന്നാലും അതിന്റെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിന് മാറ്റം വന്നിട്ടില്ല. God, I am running late, but let me bring a couple more things. How do we know we are walking in light and imitating God? നമ്മൾ എങ്ങനെയാണ് കർത്താവിലെ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് അനുകരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നുണ്ട്? Walking in light means we expose darkness. നമ്മൾ ആ അന്ധകാരത്തെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ അത് കാണുന്നത്. Verse
11, we read that we have no fellowship with the unfruitful works of darkness, but rather expose them. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. What does that mean? Expose, shasikia. They carry out the meaning that talk with a correction, right? മറ്റുള്ളവരെ കറക്റ്റ് ചെയ്ത് പോകണമെന്നാണ്. So if someone is in the darkness, then it is the responsibility of the child of God to expose that, right? മറ്റുള്ളവർ ആരെങ്കിലും ഇരുട്ടിന്റെ പ്രവൃത്തിയിലാണെങ്കിൽ അവരെ ശാസിക്കണം, കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. All of a sudden I get many memory verses, and one of them is that who am I to judge others? ഞാൻ മറ്റുള്ളവരെ വിധിക്കാൻ എന്ന് പല വാക്യങ്ങളുണ്ട്. എന്നാൽ പെട്ടെന്ന് വന്നത് ഞാൻ മറ്റുള്ളവരെ വിധിക്കാൻ ഞാൻ ആരെന്നുള്ളൊരു ചിന്ത. Put that aside. അതൊന്ന് മാറ്റി വെച്ച് Another day I will give a lesson about that one, but this one says that if you as a child of God, if I as a child of God, if we claim that we live in light, that means not only walking in light, but we have a responsibility to expose the darkness. ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഇരുട്ടിന്റെ പ്രവർത്തികളെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ശാസിക്കാനുള്ള ഒരു പക്വത നമുക്കുണ്ടായിരിക്കണം. Amen. It has to be very maturely, timely, appropriately. We need to do it, but if we say that I have nothing to do with it, I am walking in light, but everybody else, whatever they do, I got nothing to do with it. We can be a good person, but that is not imitating God either. നമുക്കൊരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് ഇതിനകത്ത് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. എന്നാലോ അത് മറ്റുള്ളവരെ ശാസിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു യഥാർത്ഥമായ ദൈവത്തെ അനുകരിക്കുന്നു. Apostle Paul corrected the people, church and believers. മറ്റുള്ള വ്യക്തികളെ, സഭകളെ ഒക്കെ തിരുത്തിക്കൊണ്ടാണ് അപ്പോസ്തലനായ Jesus Christ corrected people. യേശുക്രിസ്തു മറ്റുള്ളവരെ തിരുത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. But there is a way to do that one. എന്നാലോ തിരുത്തുന്നതിന് ചില പ്രത്യേക വഴികളൊക്കെ ഉണ്ട്. Amen. Praise God. If someone like me, for me to do that one, I will pray about it. I get some wisdom, I get some counseling from God, Holy Spirit guidance. Or if I am not capable of doing that, I seek help from others. There is a way to do that one. ആമേൻ. ഒരു വ്യക്തിയെ ശാസിക്കണമെന്ന് തിരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുമ്പാകെ പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്നുള്ളൊരു വെളിപ്പാട് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടെ സ്വീകരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. But other way of just quickly jumping into correction and say whatever we feel, that only will create more problem. എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ തിരുത്താൻ തന്നെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അധികമായി പ്രശ്നത്തിലേക്ക് കടക്കത്തേ ഉള്ളൂ. Remember, any time when we do correction, that is with the love that person somehow need to be corrected. എപ്പോഴെങ്കിലും ആരെങ്കിലും തിരുത്തുമ്പോൾ അതൊരു സ്നേഹത്തിൽ കലർന്ന ഒരു ശാസനയായിരിക്കണം. But if I go and do the correction and if that only end up in a more problem, then that is no good. നിങ്ങൾ മറ്റുള്ളവരെ തിരുത്താൻ പോകുമ്പോൾ അത് അധികം പ്രശ്നത്തിലേക്ക് കടക്കുമെന്നുണ്ടെങ്കിൽ അതിനുകൊണ്ട് ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. Walking, imitating God, walking in light means we have nothing to do with the darkness and we need to expose the darkness. ദൈവത്തെ അനുകരിക്കുന്നു, ദൈവ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ശാസിക്കുന്നു, മറ്റുള്ളവരെ തിരുത്തിക്കൊണ്ടായിരിക്കണം പോകേണ്ടുന്നത്. Again, say, if any one of your friends that you see that as a child of God they are not right, they are not behaving the way should, have a very nice conversation with them in a gentle manner. Not partner with them on their nonsense, but just really tell them, hey, as a child of God, we cannot do this. What you are doing is wrong. That's not imitating God. നിങ്ങളുടെ കൂട്ടുകാർ സ്കൂളിലോ കോളേജിലോ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ വളരെ താഴ്മയോടുകൂടി ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നിനക്കത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായി നിങ്ങൾക്ക് അവരെ തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. That correction is imitating God. ആ തിരുത്തലാണ് നിങ്ങളെ ഒരു ദൈവത്തിന്റെ അനുകാരികളാക്കി മാറ്റുന്നത്. So we can imitate God's love and we can walk in light imitating God. ആ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ ശാസിക്കുന്നതിലൂടെ ദൈവത്തിന്റെ അനുകാരികളായി മാറാം. There is a few things that I wanted to say, but it's time running out. So just let's finish here by saying imitating God means walking wisely with a mission. ഒരു ജ്ഞാനത്തോടെ നടക്കുന്നത് അടുത്ത 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടക്കുവാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. And it says when you walk carefully you will redeem the time. അവിടെ നിങ്ങൾ സമയം തക്കത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നു. That any
person that if you want to imitate God, that's one thing we need to learn. നിങ്ങൾ ദൈവത്തെ അനുകരിക്കുമെങ്കിൽ ഇത് ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. Because the time is running out. The Bible very clearly says, use every opportunity that we have. കിട്ടുന്ന എല്ലാ അവസരവും നിങ്ങൾ അത് തക്കത്തിന് ഉപയോഗിക്കണമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. That's the way Jesus was imitating the Father. ആ പിതാവിനെ യേശുക്രിസ്തു അങ്ങനെയാണ് അനുകരിച്ചുകൊണ്ടിരുന്നത്. That's the way we can imitate Jesus. അങ്ങനെയാണ് നമുക്ക് യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ കഴിയുന്നത്. Can you tell me where Jesus wasted his time? യേശുക്രിസ്തു എവിടെയെങ്കിലും സമയം പാഴാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? He said, I need to go to the other town because they have not heard the gospel. ഈ സുവിശേഷം മറ്റുള്ള പട്ടണങ്ങളിൽ കേൾക്കാത്തതുകൊണ്ട് എനിക്ക് ആ പട്ടണങ്ങളിലും കടന്നു പോകണമെന്ന് യേശുക്രിസ്തു When last night when he was praying, he said, oh, today I have to go through Samaria. രാത്രിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന് ശമരിയിൽ കൂടി കടന്നു പോകണം. Because there is a person that she is completely destroyed. I want to save her. അവിടെ ആയിരിക്കുന്ന ഒരു ലേഡിയെ എനിക്ക് രക്ഷിച്ചെടുക്കണമെന്ന് എനിക്ക് There is a widow in the city of Nain and she is crying because her only son died. തന്റെ ഏകജാതനായ പുത്രൻ മരിച്ചപ്പോൾ നയീന്റെ പട്ടണത്തിലെ ഒരു വിധവ കരയുന്നത് കൊണ്ട് I have to go there. എനിക്ക് അവിടെയും കടന്നു പോകണം. Every morning if you look at the life of Christ was a fully mission oriented. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ ഓരോ ദിവസവും പ്രഭാതത്തിൽ നോക്കുമ്പോൾ അവിടെ എല്ലാം വളരെ ബിസി ആയിട്ടാ He പോകുന്നത്. is a very fully packed with helping people. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെയധികം തീഷ്ണതയോടെ We have to imitate God. ദൈവത്തെ അനുകരിക്കണമെങ്കിൽ We have to do the work of the Lord. ആ കർത്താവിന്റെ പ്രവൃത്തി ചെയ്തേ പറ്റൂ. Amen. We have to be very wise these days. വളരെ ജ്ഞാനത്തോടു കൂടി ആയിരിക്കണം We ദിനങ്ങൾ. cannot live like that. We have another 30-40 years left in front of us that we will be able to work. 30-40 വർഷം ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയത്തില്ല. Amen. Time is running out on us. സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊണ്ട് പോകുകയും Some of our health will be gone and it will change. നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയാണ്. Today we can talk, today we can walk. നമുക്കിപ്പോൾ സംസാരിക്കുവാനും നടക്കുവാൻ കഴിയുന്നുണ്ട്. But tomorrow it may not be the ഇത് situation. നാളെ ഒരുപക്ഷെ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. Today when we can go, നമുക്ക് ഇന്ന് പോകുവാൻ കഴിയും. amen, we cannot waste our time. നമ്മുടെ സമയം പാഴാക്കാൻ കഴിയത്തില്ല. Someone wonders. ഇവിടെ ആയിരിക്കുന്ന ചിലർക്ക് നമ്മളെ ആവശ്യമുണ്ട്. Amen. Jesus, amen, walking around, many people wanted his ministry. അനേകർക്ക് യേശുക്രിസ്തുവിനെ വേണ്ടിയതുകൊണ്ട് യേശുക്രിസ്തു നടന്നുകൊണ്ടേയിരുന്നു. Amen. Somebody wants you, your brothers and sisters. Somebody wants you. സഹോദര സഹോദരി, ഈ ദേശത്ത് ചിലർക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. Amen. Would you walk to them? അവരുടെ അടുക്കിലേക്ക് നിങ്ങൾക്കൊന്ന് നടന്നു പോകാമോ? Would you use every opportunity? നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാമോ? Amen. Don't waste the time. നിങ്ങളുടെ സമയം പാഴാക്കാതെ നോക്കാമോ? The only way that we can imitate God. അതാണ് ദൈവത്തെ അനുകരിക്കാനുള്ള ഏക പോംവഴി. Genesis chapter 2 verse 2 says that God worked hard 6 days and the 7th day he needed some rest. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന 6 ദിവസം നന്നായി അധ്വാനിച്ച് 7ാം ദിവസം അവന് Amen. Our God worked very hard. അത്രമാത്രം 6 ദിവസം നന്നായി കഠിന പ്രയത്നം ചെയ്തു. Jesus worked very hard. യേശുക്രിസ്തു കഠിന പ്രയത്നം ചെയ്തു. We need to work hard. നമ്മളും കഠിന പ്രയത്നം We ചെയ്തു. need to use the time efficiently. വളരെ തക്കത്തിന് നമ്മൾ സമയം ഉപയോഗിക്കണം. And that's the way we can imitate God. അങ്ങനെയാണ് ദൈവത്തെ നമുക്ക് അനുകരിക്കാൻ കഴിയത്തുള്ളൂ. We can imitate his love. നമ്മുടെ ആ ദൈവത്തിന്റെ സ്നേഹത്തെ അനുകരിക്കാം. We can walk in the light imitating him, his characters. നമ്മൾക്ക് ആ വെളിച്ചത്തിൽ നമ്മൾ നടന്ന ആ സ്വഭാവത്തിലേക്ക് പോകാം. Amen. We can walk wisely and redeeming time imitate him. ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നമുക്ക് ആ സമയം തക്കത്തിന് ഉപയോഗിക്കാൻ കഴിയും. Amen. If we were not imitating God, നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നില്ല എങ്കിൽ Amen, today let's come back to the Lord. ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. Say, Lord, if I look at my 1 week life, 1 month life, കർത്താവേ, എന്റെ ഒരാഴ്ചത്തെ ഒരു മാസത്തെ ജീവിതം നോക്കുമ്പോൾ I am not quite sure that I am imitating you. ഞാൻ ആ കർത്താവിനെ വേണ്ടുന്ന പോലെ അനുകരിച്ചുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. If you have that question, that doubt in our heart, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ you are in the right place at the right time. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന യഥാർത്ഥമായ ഒരു സ്ഥലത്താണ് നിങ്ങളെ Because കൊണ്ടുവന്നിരിക്കുന്നത്. when the Bible says in Thessalonians that they received the word, തെസ്സലോനിക്കയിലേക്ക് പറയുന്നു അവർ ആ വചനം സ്വീകരിച്ചു. and the word began to work in them. ആ വചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആമേൻ. അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ആമേൻ. ആ വ്യാപാര ശക്തി ദൈവത്തിന്റെ വചനം Oh, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. the word of God work in us. ആ ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിക്കട്ടെ. And if you believe and it will work in you. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ വ്യാപരിച്ചു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം. Hallelujah. Hallelujah. The word that work in those who believe. വിശ്വസിക്കുന്നവരിൽ ആ ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു.
വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. Amen. This word God did not speak to you so that you can go home. ആമേൻ. ദൈവം നിങ്ങൾ സന്തോഷത്തോടെ പാദം തക്കണം. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. The word that God spoke to you so that can work in you. ഈ വചനം നിങ്ങൾ വ്യാപരിക്കുവാൻ തക്കവണ്ണമാണ് നിങ്ങളോട് To സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. make you to imitate God. ദൈവത്തെ അനുകരിക്കുവാൻ തക്കവണ്ണമാണ് That transformation in you. ആ രൂപാന്തരം നിങ്ങളിൽ ഫലിക്കുവാൻ തക്കവണ്ണം. Hallelujah. Then let's surrender to the ആ Lord. ദൈവസന്നിധിയിലെ നമ്മെ Allow the word of God to change you completely. ആ ദൈവത്തിന്റെ വചനം നിങ്ങളെ മൊത്തമായി ഒന്ന് മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം. Amen. Not like until yesterday. ഇന്നലത്തെ പോലെയല്ല. Amen. Until not like yesterday. ഇന്നലത്തെ പോലെയല്ല. Amen. Not like talking like yesterday. ഇന്നലെ സംസാരിച്ചതുപോലെയല്ല. Not like behaving like yesterday. ഇന്നലത്തെ സ്വഭാവത്തെ പോലെയല്ല. Hallelujah. This morning a transformation. ഇന്നൊരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. In the name of Jesus there is a transformation. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കട്ടെ. A complete radical change in you. ഒരു മൊത്തമായ ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. Because you're going to reflect your father. ആ പിതാവിനെ നിങ്ങളിൽ കൂടി വെളിപ്പെടുത്താൻ പോകുന്നേ. You're going to imitate him. ആ പിതാവിനെ നിങ്ങളിൽ കൂടി വെളിപ്പെടുത്താൻ പോവുകയാണ്. Let your friends say that you are imitating God. നിങ്ങളുടെ കൂട്ടുകാർ പറയട്ടെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നു എന്ന്. Let you be guilty of that one. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം വരുത്തട്ടെ. Amen. You may be found that way as a label that you follow, imitate God. നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നു എന്നൊരു ലേബല്, ഒരു നാമം നിങ്ങളുടെ മേൽ വരട്ടെ. Hallelujah. Let God help us for that one. അതിനുവേണ്ടി ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. My children, get rid of the work of the darkness. ഈ ഇരുളിന്റെ പ്രവൃത്തിയെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം അകറ്റിക്കളാ. Amen. Only if you get rid of it, you can imitate God. അങ്ങനെ ഇരുളിന്റെ പ്രവൃത്തികളെ മാറ്റിവെച്ചെങ്കിലേ ദൈവത്തെ അനുകരിക്കാൻ കഴിയത്തുള്ളൂ. Let us love him the way he loved us. നമ്മെ സ്നേഹിച്ചതുപോലെ അവനെ ഒന്ന് തിരികെ സ്നേഹിക്കാൻ കഴിയുമോ? Amen. Don't send empty pages. ദൈവം പലപ്പോഴും പല ശൂന്യമായ പേജുകളെ മാറ്റിവെച്ചിരിക്കുന്നു. Amen. All this is we pass so many months. Let us fill some pages with some action. മാസങ്ങളായിട്ട് ശൂന്യമായ പേജുകളാണല്ലോ ദൈവം മാറ്റുന്നത്. ഈ നാളുകളിൽ അതിനകത്ത് ചിലത് ഫില്ല് ചെയ്യട്ടെ. Let us pray for that one. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. Let's not a formality prayer, it's a surrendering prayer. വെറുതെ പ്രാർത്ഥിക്കാനല്ല, ദൈവസന്നിധി താണു വീണ് സമർപ്പണ മനോഭാവത്തോടുള്ള പ്രാർത്ഥന. A change in our life. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഭവിക്കട്ടെ. Amen. Let every person look unto heaven and open your hearts and minds and say, Lord, that's me. I need the change. അവേ സ്വർഗ്ഗത്തിലേക്ക് നമ്മെ തന്നെ നമ്മുടെ ഉള്ളം തുറന്നുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിട്ട് പറ, ഞാനാകുന്നു കർത്താവേ അങ്ങനെയുള്ള ഒരു വ്യക്തി. I need the change, O Lord. എനിക്ക് അങ്ങനെ ഒരു രൂപാന്തരം വേണം. Let today onwards, let me be a different person, ഇന്ന് Lord. തൊട്ട് എനിക്കൊരു വ്യത്യാസം എന്റെ ജീവിതത്തിൽ വരട്ടെ. Let the people talk to me, see that one, see me, see that one. എന്നോട് സംസാരിക്കുന്നവർക്ക് എന്നിൽ കൂടി ദൈവത്തിനെ ഒന്ന് കാണട്ടെ. Amen. Let that be very visible, O അത് Lord. മറ്റുള്ളവരിലേക്ക് ഒന്ന് പ്രകടമായി മാറട്ടെ. Amen. That's all I'm asking this അത് morning. മാത്രമാണ് എന്റെ കർത്താവേ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. That's all I'm asking, അത് Lord. മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. Help me to imitate you completely, O Lord. ദൈവത്തെ ഒന്ന് മൊത്തമായി ഒന്ന് അനുകരിക്കുവാൻ തക്കവണ്ണം. Amen. Let's pray for that one. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.